5 സംസ്ഥാനങ്ങളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പശ്ചിമ ബംഗാൾ അടക്കം 5ഇടങ്ങളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ബംഗാളിൽ 58.19 ലക്ഷം പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. വ്യാജ വോട്ടുകൾ 1.38 ലക്ഷമെന്നും കണ്ടെത്തി. പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ഗോവ, പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ കരട് പട്ടികയാണ് പുറത്തുവന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 1 മാസത്തിലേറെ നീണ്ടുനിന്ന SIR നടപടിക്രമങ്ങൾക്ക് പിന്നാലെയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ച വാഹനമിടിച്ച അപകടം. പാണ്ടിക്കാട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായ CPO V രജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉദ്യോഗസ്ഥൻ മദ്യലഹരിയിലാണ് വാഹനം ഓടിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഇയാൾ സഞ്ചരിച്ച കാർ 3 വാഹനങ്ങളിൽ ഇടിച്ചാണ് നിർത്തിയത്. ഒരു കാറിലും 2 ഇരുചക്ര വാഹനത്തിലുമാണ് ഇടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാണാതായ യുവാവിനെ 2 ദിവസത്തിനു ശേഷം ചതുപ്പിൽ കണ്ടെത്തി. വിദേശത്ത് നിന്നെത്തിയ ശേഷം കാണാതായ യുവാവിനെ 2 ദിവസത്തിനു ശേഷം ചതുപ്പിൽ അവശനിലയിൽ കണ്ടെത്തി. ബുധനൂർ പടിഞ്ഞാറ് കൈലാസം വീട്ടിൽ രമണൻ നായരുടെ മകൻ 34-കാരൻ വിഷ്ണു നായരെയാണ് എണ്ണക്കാട് പൂക്കൈതച്ചിറ ഭാഗത്തെ ചതുപ്പിൽ അവശനിലയിൽ കണ്ടെത്തിയത്. ദുബായിൽ നിന്നും ഞായറാഴ്ച വൈകിട്ട് 7ഓടെയാണ് വിഷ്ണു വീട്ടിലെത്തിയത്. തുടർന്ന് ചെട്ടികുളങ്ങരയിലുള്ള പ്രതിശ്രുത വധുവിനെ കാണാൻ പോയ ഇയാളെ പിന്നീട് കാണാതാവുകയായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ ബന്ധപ്പെടാൻ സാധിച്ചില്ല. തുടർന്ന് ബന്ധുക്കൾ മാന്നാർ പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിനിടെ ബുധനൂർ പഞ്ചായത്ത് അംഗം രാജേഷിന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ നിർണായകമായി. ഇതിൽ ബൈക്കിൽ യാത്ര ചെയ്ത വിഷ്ണു മാവേലിക്കര കരയമട്ടം ഭാഗത്തു നിന്ന് തിരിയുന്നതായി കണ്ടെത്തി. തുടർന്ന് രാജേഷും ബന്ധുക്കളും നടത്തിയ തെരച്ചിലാണ് പൂക്കൈതച്ചിറ ഭാഗത്തെ ചതുപ്പിൽ ബൈക്കും സമീപത്ത് അവശനിലയിൽ വിഷ്ണുവിനെയും കണ്ടെത്തിയത്. ചെട്ടികുളങ്ങരയിലേക്കുള്ള യാത്രക്കിടെ ബൈക്ക് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞതാകാമെന്നാണ് നിഗമനം. വിഷ്ണുവിനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗ്യാസ് അടുപ്പിൽ നിന്നും തീ പടർന്ന വീട് പൂർണ്ണമായും കത്തിയമർന്നു. വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഗ്യാസ് അടുപ്പിൽ നിന്ന് തീ പടർന്ന വീട് കത്തി നശിച്ചു. കൊളക്കവയിലെ പരേതനായ ഗണപതി ആചാര്യരുടെ ഭാര്യ പുഷ്പയുടെ വീടാണ് കത്തി നശിച്ചത്. ഗ്യാസ് അടുപ്പിൽ നിന്ന് തീ തൊട്ടടുത്ത തുണിയിലേക്ക് പടരുകയായിരുന്നു. തീ ആളിയതോടെ വീട്ടുകാർ പുറത്തേക്കോടി. ഉടൻ സമീപവാസികൾ കാസർഗോഡ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. 2 യൂണിറ്റ് വാഹനങ്ങളിലെത്തി 2 മണിക്കൂർ ശ്രമഫലമായാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞത്. പുഷ്പയുടെ മക്കളായ ജനാർദ്ദനൻ, മോഹനൻ, ഇവരുടെ ഭാര്യമാർ, മക്കൾ എന്നിവരടങ്ങുന്ന 9 അംഗങ്ങളാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. വീട്ടിലെ സാധന സാമഗ്രികൾ പൂർണ്ണമായും കത്തി നശിച്ചു. 2 സ്റ്റീൽ അലമാരയിൽ വെച്ചിരുന്ന തുണിത്തരങ്ങൾ, ലോൺ അടയ്ക്കാനായി വെച്ചിരുന്ന 15,000 രൂപ, TV, മിക്സി, കട്ടിൽ, കിടക്കകൾ, വീടിന്റെ ആധാരം, സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡ്, മറ്റ് രേഖകൾ എന്നിവ പൂർണ്ണമായും കത്തി നശിച്ചു. വയനാട് ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി. ചീക്കല്ലൂർ വയലിലെ തുരുത്തിലാണ് 5 വയസ്സുള്ള ആൺകടുവയുള്ളത്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടുവയെ ഓടിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിക്കുന്നുണ്ട്. രാത്രിയിൽ കടുവയെ കാട്ടിലേക്ക് തുരത്തുകയാണ് ലക്ഷ്യം. കടുവയെ കണ്ടെത്തിയ സ്ഥലത്ത് കൂടുവയ്ക്കാനും നടപടി തുടങ്ങിയിട്ടുണ്ട്. കൈതക്കാടിൽ നിന്ന് കടുവ പുറത്തേക്ക് ഓടിയിട്ടുണ്ട്. ജനവാസ മേഖലയിലേക്കാണ് കടുവ ഓടിക്കയറിയത്. വളരെ ശ്രമകരമായ ദൗത്യമാണ് പ്രദേശത്ത് നടക്കുന്നത്. പ്രദേശവാസികളോട് വീടിനകത്ത് തന്നെ തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.